അങ്ങനെ എല്ലാരെയും വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ആനന്ദ് ആ ഒരു തീരുമാനം എടുക്കുകയാണ് ദേവിയെ ഡിവോഴ്സ് ചെയ്യാൻ. ദേവിയെ തന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് അകറ്റി നിർത്താൻ തീരുമാനിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആണിത്. ഞാൻ നേരത്തെ ഇട്ട ഒരു വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ മേലെ ക്ലിക്ക് ചെയ്ത് കണ്ടോളൂ. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവമംഗലത്ത് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അങ്ങനെ ആനന്ദ് ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അച്ഛനോടും അമ്മയോടും എല്ലാവരും കേട്ട് നിൽക്കെ എല്ലാം വരി വരിയായിട്ട് ഇങ്ങനെ പറയാണ്. നമ്മുടെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചത് വേറെ ആരുമല്ല, നിങ്ങളൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആ ഉദയഭാനുവാണ്, ഇവളുടെ അച്ഛനാണ്. ഈ ഒരു തവണ മാത്രമായിരിക്കില്ല, അന്നൊരു പക്ഷേ മാമൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ കാരണമായ ആ ഒരു 25,000 രൂപ അതുപോലും ഇയാളായിരിക്കും എടുത്തത്. ഇയാളായിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കടയിൽ കയറി വന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്കാകെ തല കറങ്ങിയിട്ട് വയ്യാട്ടോ. അങ്ങനെ എന്തൊക്കെയാടാ നീ പറയുന്നത്? ഉദയഭാനു സാർ എന്തിനാ നമ്മുടെ കടയിൽ വന്ന് പണം മോഷ്ടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മയെ സാറെന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. അയാളെ ഇനി നമ്മൾ ആരും ബഹുമാനിക്കരുത്. അയാൾ ഒരു ഫ്രോഡാണ്. മറ്റുള്ളവരെ ചതിച്ചും പറ്റിച്ചും ജീവിക്കുന്ന ഒരു കള്ളം മാത്രമാണ് അയാൾ. അടുത്ത നേരത്തെ ഭക്ഷണത്തിന് പോലും അയാൾക്ക് ഇതുപോലെ ഏതെങ്കിലും കടകളിൽ നിന്നോ വീടുകളിൽ നിന്നോ മോഷ്ടിക്കേണ്ട അവസ്ഥയാണ്. നമ്മളോട് അയാൾ പറഞ്ഞത് മുഴുവൻ കള്ളമായിരുന്നു അമ്മേ. അയാൾ മാത്രമല്ല, ദേ ഇവളും ഫ്രോഡാണ്. ഇവരുടെ കുടുംബം തന്നെ കള്ളന്മാരുടെ കുടുംബമാണ് അമ്മേ. നല്ല കുടുംബമാണ്, വലിയ കുടുംബമാണെന്നൊക്കെ വിചാരിച്ച് ഈ കള്ളന്മാരുടെ വലയിലാണ് നമ്മൾ പോയി പെട്ടത്. അച്ഛനും അമ്മയ്ക്കും മറ്റൊരു കാര്യം അറിയോ? എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കുറെ നാൾ മുമ്പേ അറിയായിരുന്നു. ഞാൻ എപ്പോഴാ ഇവളുടെ ആദ്യത്തെ കള്ളം കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്ക് അറിയോ? അച്ഛൻ ആരോടൊക്കെയോ പറഞ്ഞ് ഇവൾക്ക് സ്കൂളിൽ ഒരു ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഈ കളി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി, നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ 1000 കള്ളങ്ങൾ പറഞ്ഞ് ഇവള് പിടിച്ചു നിൽക്കുകയായിരുന്നു. എനിക്ക് അപ്പൊ തന്നെ ഇവളുടെ മേലെ ഒരു ഡൗട്ട് വന്നതാണ്. പിന്നീട് ആ ജോലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒരു IT കമ്പനിയിൽ ഇവള് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ അച്ഛാ? IT കമ്പനിയിലാണ് ഇവള് ജോലി ചെയ്യുന്നതെന്നല്ലേ നമ്മളെല്ലാരും വിശ്വസിച്ചിരുന്നത്. അത് വിശ്വസിച്ച അമ്മ ഇവൾക്ക് ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടതല്ലേ? പക്ഷെ ഇവളുണ്ടല്ലോ ഈ കള്ളി, ഇവളെവിടെയാ ജോലിക്ക് പോയതെന്ന് അച്ഛനും അമ്മയ്ക്കും അറിയോ? ഒരു ഹോട്ടലിലെ അച്ഛനറിയോ ഞാൻ എന്തുമാത്രമാ ഇവളെ സ്നേഹിച്ചതെന്ന്? അങ്ങനെ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന എൻ്റെ ദേവിയെ അവിടെ ആ ഹോട്ടലിൽ ഒരു സപ്ലയറിന്റെ യൂണിഫോം ഒക്കെ ഇട്ട് ഇവളെ അവിടെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയ അന്ന് മനസ്സിലാക്കിയതാണ് ഇവൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടെന്ന്. അതിനുശേഷം ഞാൻ ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയായിരുന്നു. ഇവള് നമ്മൾ വിചാരിക്കുന്ന പോലെ MA യോ MBA ഒന്നും അല്ല. ഇവള് +2 വരെ പഠിച്ചിട്ടുള്ളൂ നമ്മളോടൊക്കെ ഇവള് കള്ളം പറയായിരുന്നു. ഇവളുടെ അച്ഛനും അമ്മയും ചേർന്ന് നമ്മളെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ജോലിക്ക് പോയപ്പോഴോ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോഴോ മറ്റൊരു ജോലിക്കാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് പോയപ്പോഴോ ഒന്നും ഇവളുടെ പഠിപ്പിന്റെ കാര്യം ഇതാണെന്ന് ഇവള് നമ്മളോട് തുറന്ന് പറഞ്ഞില്ലല്ലോ. പകരം എന്തൊക്കെ കള്ളങ്ങളാ ഇവള് പറഞ്ഞത്. അത്രയും വലിയൊരു കള്ളിയാണച്ചാ ഇവള്. പിന്നീടാണ് ഇവളുടെ കുടുംബത്തെക്കുറിച്ചും ഇവളുടെ അച്ഛനെ കുറിച്ചും നമ്മളെ പറ്റിച്ച് ഈ വിവാഹം നടത്തിയതിനെ കുറിച്ചൊക്കെ അവൾ എന്നോട് തുറന്ന് പറഞ്ഞത്. ഇവള് പറഞ്ഞതൊക്കെ ഇപ്പോഴും സത്യമാണോന്ന് തന്നെ എനിക്കറിയില്ല. ഇനി പറയാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടോന്നും എനിക്കറിയില്ല. ഇവള് പറയുന്നതിൽ എന്തൊക്കെയാണ് കള്ളം എന്തൊക്കെയാണ് സത്യം എന്നൊന്നും എനിക്കറിയില്ല അച്ഛാ. ഇവളുടെ പേര് ശ്രീദേവി എന്ന് തന്നെ ആണോന്ന് പോലും എനിക്കിപ്പോ സംശയമുണ്ട്. അത്രയ്ക്ക് കള്ളങ്ങൾ പറയുന്ന ഒരു ഫ്രോഡ്, ഒരു കള്ളിയാണച്ചാ ഇവള് എന്നൊക്കെ പറയുമ്പോൾ ഗോമതിക്കും ബാലനൊക്കെ ആകെ നെഞ്ചു പൊട്ടി പോവാണ് കേട്ടോ. ഈ ഷോക്കൊന്നും താങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ദേവി ഭയങ്കര കരച്ചിലാണ്, അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ബാലനും ഗോമതിയും നേരെ ദേവിയുടെ നേരെ തിരിയുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പറ മോളെ, ആനന്ദ് പറയുന്നതൊക്കെ കള്ളമല്ലേ? ഇതൊന്നും സത്യമല്ലല്ലോ. മോളുടെ വായിക്കൊണ്ട് പറ, എന്താ ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവി ഇങ്ങനെ നിന്ന് കരയാണ് കേട്ടോ. അതിൽ കൂടുതൽ സത്യങ്ങൾ മറച്ചു വെക്കാനൊന്നും ദേവിക്ക് കഴിയൂല, അതിന് പറ്റൂല. അപ്പൊ പിന്നെ ദേവി ഇങ്ങനെ പൊട്ടി കരഞ്ഞിട്ട് അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് നേരെ ഓടി റൂമിലേക്ക് പോവാണ് കേട്ടോ. അവിടെ പോയി ഡോർ അടിച്ച് അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാണ് റൂമിനകത്ത്. അതായത് ദേവിക്ക് ആരെയും ഫേസ് ചെയ്യാൻ വയ്യ. അങ്ങനെ ഗോമതി തലയൊക്കെ കറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് എന്താ ആനന്ദേട്ട ഇതൊക്കെ? ആനന്ദേട്ട പറയുന്നതൊക്കെ സത്യമാണോ എന്നൊക്കെ മീനും ഇത്രയും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആനന്ദ് എല്ലാവരോടും കൂടെ പറയാണ്, ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ്. അവളുടെ കള്ളത്തരങ്ങളൊക്കെ കുറെ നാൾ മുമ്പേ തന്നെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളൊക്കെ വല്ലാതെ വേദനിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. പലതവണ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ അപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയ്ക്ക് ഞാനും കയറി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ പറയാതെ ഇരുന്നതാണച്ചാ. പിന്നെ നല്ല കുടുംബമാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ നല്ല ജീവിതം മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് അച്ഛൻ ചെയ്തതല്ലേ ഇതൊക്കെ? അതൊന്നും സത്യമായിരുന്നില്ല. നമ്മൾ ഒരു ട്രാപ്പിലാണ് പോയി വീണതെന്നൊക്കെ അച്ഛനോട് ഞാൻ എങ്ങനെ പറയും? അച്ഛൻ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ താങ്ങാനുള്ള എൻ്റെ മനസ്സിൻ്റെ ശേഷി നഷ്ടപ്പെട്ടു അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടെല്ലാം ഇതൊക്കെ വിളിച്ച് പറയുന്നത്. ഇനിയും ഇതൊക്കെ എനിക്ക് ഒളിപ്പിച്ച് ഉള്ളിൽ വെക്കാൻ കഴിയില്ല അച്ഛാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര നാൾ ഞാൻ നീറി കഴിയായിരുന്നു അച്ഛാ എന്നൊക്കെ പറഞ്ഞ് ആനന്ദ് ഇങ്ങനെ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ബാലന് സങ്കടം സഹിക്കാൻ വയ്യ. ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? എൻ്റെ മോൻ ഒരു പാവമല്ലേ, അവൻ ഇത്രയും വലിയ ശിക്ഷ എന്തിനാ ദൈവമേ കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ആനന്ദ് പറയാണ്, അമ്മേ ഇനി ഒരിക്കലും അവളെ അമ്മ വിശ്വസിക്കരുത്. അവൾ പറയുന്നത് മുഴുവൻ കള്ളമായിരിക്കും അമ്മേ. ഏതാ കള്ളം ഏതാ സത്യം എന്നൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല.
അത്രയ്ക്ക് വിദഗ്ധമായിട്ട് അവൾ കള്ളം പറയും, നമ്മളെ എല്ലാവരെയും പറ്റിക്കും. മീനു, മിത്രേ, നിങ്ങൾ സ്വന്തം ചേച്ചിയെ പോലെ കണ്ട് സ്നേഹിച്ചതല്ലേ അവള്? എന്നിട്ട് ഈ കാര്യങ്ങൾ വല്ലതും എന്തെങ്കിലും അവൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതാണ് അവള്. ഇനിയും അവളെ വിശ്വസിച്ച് നിങ്ങളെല്ലാവരും മണ്ടത്തരം കാണിക്കരുത്. അതുകൊണ്ട് അച്ഛാ, ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എൻ്റെ ഈ തീരുമാനത്തോട് അച്ഛൻ എൻ്റെ കൂടെ നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ, എന്താ മോനെ എന്ന് ചോദിക്കുകയാണ് ബാലൻ. അങ്ങനെ ആനന്ദ് പറയാണ്, ദേവിയെ ഇനി എനിക്ക് വേണ്ട. ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാര്യയെ എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഡൈവേഴ്സ് നോട്ടീസ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അച്ഛാ. ഈ കാര്യങ്ങളെല്ലാം അച്ഛനോടും അമ്മയോടും എല്ലാവരോടും തുറന്ന് പറഞ്ഞ ശേഷം ആ ഡൈവേഴ്സ് നോട്ടീസ് അവൾക്ക് കൊടുക്കാനായിരുന്നു എൻ്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ ഇവരൊന്നുകൂടെ ഇങ്ങനെ ഞെട്ടുകയാണ് കേട്ടോ. എന്താ മോനെ ഈ പറയുന്നത്? ഡൈവേഴ്സോ എന്നൊക്കെ പറഞ്ഞ് ഗോമതിയൊക്കെ ചോദിക്കുമ്പോൾ ആനന്ദ് പറയാണ്, അമ്മേ ഇനി ഒന്നും എന്നോട് പറയരുത്. എനിക്ക് വേറൊരു തീരുമാനം ഇല്ല. അവളെ എനിക്ക് വേണ്ടമ്മേ. എന്ത് വിശ്വസിച്ചിട്ടാ ഞാൻ അവളുടെ കൂടെ ജീവിക്കേണ്ടത്? അവൾ പറയുന്നതിൽ കള്ളം ഏതാ സത്യം ഏതാന്നൊന്നും അറിയാതെ ഓരോ നിമിഷവും പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ടി വരും അമ്മേ. ഇപ്പോഴും അമ്മയോടും അച്ഛനോടും ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. അവൾ പണക്കാരി അല്ലാത്തതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെയാണ് ഞാൻ കല്യാണം കഴിച്ചതെങ്കിലും എന്നെ കൊണ്ടാവുന്ന സഹായം അവൾക്ക് ചെയ്യും. അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ അവൾ പഠിക്കാത്തതിലും എനിക്ക് പ്രശ്നമില്ല. അവൾ സ്കൂളിൽ തന്നെ പോയിട്ടില്ലെങ്കിലും എനിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അമ്മേ. പക്ഷെ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചതാണ് എന്നെ കൊണ്ട് താങ്ങാനാവാത്തത്. അച്ഛനും അമ്മയൊക്കെ അവളെ സ്വന്തം മോളെ പോലെയല്ലേ കണ്ടത്. എന്നിട്ട് ഈ സത്യങ്ങൾ വല്ലതും അവളെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം അവൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ചതിക്കുകയായിരുന്നില്ലേ അച്ഛാ? അവളും അവളുടെ കുടുംബവും നമ്മളെ എല്ലാവരെയും ചതിക്കുകയായിരുന്നു. എന്തൊക്കെ നാടകങ്ങളാ, എന്തൊക്കെ കള്ളങ്ങളാ പറഞ്ഞു കൂട്ടിയത്. എനിക്ക് വയ്യച്ചാ, എനിക്ക് പേടിയാവുന്നു. അവളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാ. എനിക്ക് വേണ്ടച്ചാ, അവളെ ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ബാലനും കോമതിക്കും വേറെ ഒന്നും പറയാനും പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ വേണ്ട, നീ എല്ലാം ക്ഷമിച്ച് കൂടെ ജീവിക്കണം എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒന്നും പറയാൻ കഴിയാതെ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ബാലൻ പറയുന്നുണ്ട്, ഗോമതി ഇപ്പം തന്നെ ആ ഉദയഭാനുവിനെ വിളിക്ക്, എന്നിട്ട് അവരെ ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോമതി ഉദയഭാനുവിൻ്റെ ഭാര്യയെ വിളിച്ച് നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്താണാവോ എന്നൊക്കെ പറഞ്ഞ് ഇവർ വിഗൊക്കെ എടുത്ത് വെച്ച് സാരിയെ കൊടുത്ത് അങ്ങനെ പണക്കാരുടെ വേഷമൊക്കെ കെട്ടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഗോമതി, ബാല എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊങ്ങച്ചൊക്കെ അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വന്നേ ഉള്ളൂ, ആഫ്രിക്കയിൽ നിന്ന് ഇപ്പോൾ ലാൻഡ് ചെയ്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊങ്ങച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാലനും ഗോമതിക്ക് സഹിച്ച് മതിയാവുന്നുണ്ട്. മീനുവിനും ഇത്രയ്ക്കൊക്കെ ഒരുമാതിരി പുച്ഛമാണ് തോന്നുന്നത്. അങ്ങനെ ഇവർ ഒട്ടും താമസിക്കാതെ ഗോമതി കാര്യങ്ങളൊക്കെ പറയാണ്. എന്തൊക്കെയാ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചത്? ഇനിയും കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട, ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി, ഞങ്ങളുടെ മോൻ എല്ലാം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുന്നു. ആ വീഡിയോ ഒക്കെ കാണിക്കുന്നു. ആദ്യമേ സത്യം എല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നു പ്രശ്നം? നിങ്ങൾ പണക്കാരായിരിക്കണം, നിങ്ങളുടെ മോള് പഠിച്ചിട്ടുണ്ടാവണം, അങ്ങനെ വല്ല കണ്ടീഷൻസോ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്തിനായിരുന്നു ഈ നാടകമൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഗോമതി കുറേ പറയുന്നുണ്ട്. കൂടെ ബാലൻ ഉദയഭാനുവിന്റെ ഷർട്ടിന്റെ കോളറൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഒരു തവണ നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു, പക്ഷെ വീണ്ടും നീ എന്നെ പറ്റിച്ചു. വീണ്ടും ഒരു മണ്ടനെ പോലെ നിന്നെ വിശ്വസിക്കായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്തും ഞാൻ സഹിക്കും. ഈ ഗോമതി സ്റ്റോർ ബാലൻ വേറെ എന്തും സഹിക്കും, പക്ഷെ വിശ്വാസവഞ്ചന അത് ഞാൻ ഒരു കാലത്തും ക്ഷമിക്കില്ല, സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പം തന്നെ നിങ്ങളുടെ മോളെയും വിളിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോ എന്ന് പറയാണ് ലാസ്റ്റ് ബാലൻ. അങ്ങനെ അത് കേട്ടിട്ട് ഉദയഭാനും ശ്രീകലയൊക്കെ ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയ്യോ ബാല, ഗോമതി ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, ഞങ്ങളുടെ മോളുടെ ജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പല കള്ളങ്ങളും പറഞ്ഞു, പലതും ഒളിച്ചു വെച്ചു, പല നാടകങ്ങളും കളിച്ചു, എല്ലാം സമ്മതിക്കുന്നു, എല്ലാം ശരിയാ. പക്ഷെ ഞങ്ങളുടെ മോള് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്നത് പോലെ അവൾ ഒരു കള്ളിയോ ഫ്രോഡോ ഒന്നുമല്ല. ആനന്ദ് മോനെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ആനന്ദ് മോനെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. സ്വന്തം അച്ഛനെ പോലെയാണ്, അമ്മയെ പോലെയാണെന്നൊക്കെയാ ബാലനെ കുറിച്ചും ഗോമതിയെ കുറിച്ചൊക്കെ അവൾ പറയാറ്. അവൾ ഒരു പാവമാണ്, അവൾക്ക് ഈ ശിക്ഷ കൊടുക്കരുത്, അവളോട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരു വിധത്തിലും ആനന്ദ് ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇപ്പം തന്നെ നിങ്ങളുടെ മോളെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പോയില്ലെങ്കിൽ ഇപ്പോൾ പോലീസിനെ വിളിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ശേഷം നമ്മുടെ ദേവി റൂമിനകത്ത് ഇരിക്കുകയാണല്ലോ. അങ്ങനെ ഡോറ് തുറന്ന് ദേവി പുറത്തേക്ക് വരികയാണ്. നോക്കുമ്പോൾ പെട്ടിയും ബാഗെല്ലാം പാക്ക് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ടാണ് ദേവി വന്നിരിക്കുന്നത്. അങ്ങനെ ദേവി നേരെ വന്ന് ബാലന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാല് പിടിച്ച് ഇങ്ങനെ പറയാണ് കേട്ടോ, ബാലച്ചൻ എന്നോട് ക്ഷമിക്കണം, അമ്മയും ക്ഷമിക്കണം, ഞാൻ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞു, ഒരുപാട് സത്യങ്ങൾ മറച്ചു വെച്ചു, നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു, നിങ്ങളെ പറ്റിച്ചു, എല്ലാം ശരിയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം അതൊന്നും കള്ളമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷെ അതുകൊണ്ടൊന്നും ഞാൻ ചെയ്ത തെറ്റില്ലാതാവുന്നില്ല. അതൊന്നും നിങ്ങളെ കൊണ്ട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വാ അച്ഛാ, അമ്മേ നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് ദേവി അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ട് പെട്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അങ്ങനെ ആനന്ദ് സമാധാനം പോയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ആകെ വിഷമമായ എല്ലാവർക്കും, ആകെ താങ്ങാൻ കഴിയാത്ത ആകെ ഒരു ഷോക്കിലിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ ഇനി പതുക്കെ പതുക്കെ ഗോമതിക്കും ബാലനും ദേവിയോടുള്ള ദേഷ്യമൊക്കെ മാറാൻ പോകുന്നുണ്ട്. ഉദയഭാനു പറ്റിച്ചെങ്കിലും ദേവിക്ക് ദേവിയുടെ അവസ്ഥ കാരണം കൂടെ നിൽക്കേണ്ടി വന്നതാണ്, അല്ലാതെ ദേവിയുടെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ അധികം വൈകാതെ ഇവർ മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ആനന്ദിനോട് ഇതൊക്കെ പറയുമ്പോൾ ആനന്ദിന് മനസ്സിലാവില്ല. അങ്ങനെ ഒറിജിനൽ കഥയിലെ പോലെ തന്നെ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നാണ് തോന്നുന്നത്.
പോകുന്നത്. അതിൽ ഏകദേശം ഡിവോഴ്സ് ആയതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ ഡിവോഴ്സ് കിട്ടേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇടയിൽ ദേവി വീണ്ടും പ്രഗ്നന്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിലും അതേപോലെ ദേവി വീണ്ടും പ്രഗ്നന്റ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. താങ്ക് യു. ബൈ.